അഭിനയം സാദരം ക്ഷണിക്കുന്നു. അദ്ദേഹത്തിന്റെ വാചസ്പതികത, വാഗ്മിത നമുക്കറിയാവുന്നതാണ്. ദൈവം അദ്ദേഹത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനകൾ അടൂർ ഇടവകയെ പ്രത്യേകം ഓർക്കണമെന്ന അഭ്യർത്ഥന മാത്രമാണുള്ളത്. മലങ്കര സുറിയാനി കത്തോലിക്ക സഭയുടെ പരമാധ്യക്ഷൻ അത്യുന്നത കർദിനാൾ അഭിവന്യ ക്ലീമിസ് തിരുമേനി, മലങ്കര യാക്കോബായ സുറിയാനി സഭയുടെ കള്ളം മെത്രാസനത്തിന്റെ അഭ്യന്തനായ തെയോദോസ് തിരുമേനി, വന്യ വൈദിക സഹോദരങ്ങളെ, സ്നേഹമുള്ള ഏവരെ, ആദ്യമേ നവതി ആഘോഷിക്കുന്ന തിരുഹൃദയ ദേവാലയത്തിന് എല്ലാ അനുഗ്രഹങ്ങളും ആശംസകളും നേരുകയാണ്. അടൂർ പട്ടണത്തിന്റെ ഒരു സൗന്ദര്യ കേന്ദ്രമായിട്ട്, ഒരു തിലകക്കുറി പോലെയാണ് യഥാർത്ഥത്തിൽ ഈ ദേവാലയം നിലകൊള്ളുന്നത്. കണ്ണങ്കോട് പള്ളി ഇപ്പം മാറിയായതുകൊണ്ട് ഈ മെയിൻ റോഡിൽ നിന്ന് കാണാൻ കഴിയുന്നില്ല. എന്നാൽ എവിടെ നിന്നാലും ഈ ദേവാലയത്തിന്റെ ആ മനോഹാരിത വളരെ വശ്യതയാർന്നതാണ്. അത് കേവലം ഈ ഭിത്തികളുടെയോ ഇതിന്റെ ശില്പ ചാരുതയോ മാത്രമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അത് ഇവിടെയുള്ള വിശ്വാസ സമൂഹത്തിന്റെ നല്ല സാക്ഷ്യത്തിന്റെ സൗന്ദര്യ ദർശനം കൂടിയാണ്. അഭിനന്യ ക്ലീമിസ് തിരുമേനിയും ഞാനും തമ്മിൽ എന്നെ ഒരു ഇളയ സഹോദരനെ എന്ന കണക്ക് എപ്പോഴും വളരെ കരുതുന്ന ഒരു വ്യക്തിത്വമാണ്. അത് വർണ്ണിക്കാനൊന്നും ഞാൻ അധികം ശ്രമിക്കുന്നില്ല. അന്യോന്യം ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്ന സ്നേഹവും സ്വാതന്ത്ര്യവും വലുതാണ്. ഒരു ദിവസം ഏകദേശം 12 മണി നേരത്ത് എന്നെ വിളിച്ചു ഉച്ചയ്ക്ക്. എവിടെയാ? ഞാൻ പറഞ്ഞു ചായലോട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് വരിക, ഉച്ചഭക്ഷണം എനിക്ക് തന്നേക്കണം. ഞാൻ ആകെ പേടിച്ചു. വരുന്നത് നിസ്സാരക്കാരന്റെ ആളല്ലല്ലോ, എന്തെങ്കിലും എന്റെ തിരുമേനി സത്യമാണ്. അതെ സത്യം. പിന്നെ അരുണ് വന്ന് കേട്ട് അവന് ഞാനൊരു ഡോസ് കൊടുത്തു. നിനക്കെങ്കിൽ എന്നെ നേരത്തെ പറഞ്ഞുകൂടെ, എന്നാലേ എനിക്ക് കാര്യമായിട്ട് എന്തെങ്കിലും കരുതാനൊക്കെ ഉള്ളൂ. പക്ഷേ വളരെ സന്തോഷത്തോടെ അവിടെ ഉള്ളത് ഭക്ഷിച്ച് ഏറെ നേരം ഒന്നിച്ച് സംസാരിക്കാനും പല കാര്യങ്ങളെ കുറിച്ച്, പൊതുകാര്യങ്ങളുണ്ട്, വ്യക്തിപരമായിട്ടുള്ള ഷെയറിംഗ് ഉണ്ട്, കോൺഫിഡൻഷ്യലായിട്ട്, അതുപോലെ തന്നെ സഭകളെ കുറിച്ചുള്ളതുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള നല്ല ചർച്ചകൾ. ഞാൻ സാധാരണഗതിയിൽ തിരുവനന്തപുരത്ത് പോവുകയാണെങ്കിൽ എനിക്ക് അല്പം സമയം എക്സ്ട്രാ കിട്ടിയാൽ ഞാന് അരമനയിൽ ചെന്ന് കാണുകയും ചെല്ലുമ്പോഴൊക്കെ ഒരു നേട്ടം കൊണ്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ സമ്മാനം തരും. ഒരു ദിവസം കാറിനകത്ത് ഒരു 5-10 നല്ല ഒന്നാന്തരം വെള്ള ടർക്കി കടയെ വാങ്ങിക്കാൻ പോയാലോ നല്ല വിലയുള്ള 10-12 ഉണ്ട്. ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ മോഷ്ടിച്ചതല്ല, തിരുമേനി കൊടുത്തുവിട്ട് എന്റെ കാറിന്റെ ഡിക്കിയിലുണ്ടായിരുന്നതാണ്. ആ കരുതൽ വളരെ വലുതാണ്. 2-3 മാസം മുമ്പാണ് എന്നെ വിളിച്ചു. അതെ, ഞങ്ങളുടെ പിള്ളേർക്ക് സെമിനാരി വിദ്യാർത്ഥി ഫൈനൽ ഇയേഴ്സിന് 2 മണിക്കൂർ ക്ലാസ് എടുക്കണം ഈസ്റ്റേൺ തിയോളജിയെ കുറിച്ച്. എന്താ സമ്മതമാണോ? ഞാൻ പറഞ്ഞു വരാം. ഞാൻ ചെന്നു. 4th ഇയർ സ്റ്റുഡൻസ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ചെന്നു കഴിഞ്ഞപ്പോൾ ഫൈനൽ ഇയർ സ്റ്റുഡൻസ് എല്ലാം ഉണ്ട്, റെക്ടർ അച്ഛനുമുണ്ട്, അധ്യാപകരും ഉണ്ട്, കൂടാതെ സഭയുടെ പരമാധ്യക്ഷനും അവിടെ ഇരിക്കുക എന്റെ ക്ലാസ് കേൾക്കാൻ. അപ്പൊ എന്റെ ഉള്ളിലൊരു ചെറിയ കാഴ്ചയുണ്ടായി. ദൈവമേ, ഇതൊരു ചതിയായി പോയല്ലോ. ഇനിയും പങ്കെടുക്കുമെന്ന് പറയുകയായിരുന്നെങ്കിൽ ഞാൻ ആ സാഹസത്തിന് മുതിരുമായിരുന്നില്ല. 1 മണിക്കൂർ ക്ലാസ് കഴിഞ്ഞു, ബ്രേക്ക് തന്നു. പിന്നെ വീണ്ടും അടുത്തേതാണ്ട് 45 മിനിറ്റോളം പിന്നെ ഡിസ്കഷൻസും ഉണ്ടായിരുന്നു. വളരെ ജീവിതത്തിലെ വലിയൊരു സന്തോഷ അനുഭവമായിട്ടാണ് എനിക്ക് തോന്നിയത്. കഴിഞ്ഞ ഉടനെ എന്നെ അഭിനന്ദിച്ചു. അത് കഴിഞ്ഞ് തിരുച്ചരമനയിൽ എത്തിയ തന്നെ വിളിച്ചു. മാസത്തിൽ ഒരു ക്ലാസ് വെച്ചെടുക്കാൻ വരാൻ സാധിക്കുമോ? ഞാൻ കോട്ടയത്ത് തന്നെ ആഴ്ചയിൽ ഒരു വ്യാഴാഴ്ച പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. എന്തെല്ലാം പ്രോഗ്രാം കട്ട് ചെയ്ത് അല്ലെങ്കിൽ അവിടെ ക്ലാസ് എടുക്കാൻ നോക്കിയില്ല. തിരുവേനി തുടർച്ചയായിട്ട് വരാൻ സാധിക്കുമെന്ന് എനിക്ക് അറിയത്തില്ല, ഞാൻ ശ്രമിക്കാം. എനിക്ക് തോന്നുന്നില്ല ഇങ്ങനെ ഒരു സമീപനം
അധികമാരിൽ നിന്നെങ്കിലും കിട്ടുമെന്നുള്ളത്. ആ തിരുമേനിയോടുള്ള സ്നേഹവും ആ ബന്ധവും അദ്ദേഹത്തിന് എന്നോടുള്ള സ്നേഹവും കരുതലും ഇടയ്ക്കൊക്കെ ഞങ്ങള് സഭാകാര്യങ്ങൾ ചർച്ച ചെയ്യുന്ന ആളുകളാണ്. അത് ഇരു സഭകളും തമ്മിൽ തന്നെയല്ല, ഓർത്തഡോക്സ് സഭയിൽ യാക്കോബായ സഭയിൽ നിലനിൽക്കുന്ന തർക്കങ്ങളെ കുറിച്ച് ഒക്കെ ഞങ്ങള് ഒന്നിച്ച് ചർച്ച ചെയ്യുന്ന ആളുകളാണ്. ആ സ്നേഹം ഞാൻ ഏറെ മാനിക്കുന്നു. അതിന്റെ ഒരു റിഫ്ലക്ഷനാണ് യഥാർത്ഥത്തിൽ അടൂരുള്ള ഈ തിരുഹൃദയ ദേവാലയത്തിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അഭിനന്ദനായ ദേവോദയ തിരുമേനി, അദ്ദേഹവും ഞാനും യഥാർത്ഥത്തിൽ ഒരു കുടുംബത്തിൽ ജനിച്ച ആളുകളാണ്. ഞങ്ങൾ രണ്ട് സഭകളിലായിട്ട് അല്ലെങ്കിൽ കക്ഷികളിലായിട്ട് നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതെന്തോ പറയാനാണ്, ഒരു തീരാ ദുഃഖം പോലെ നിൽക്കുന്നു. ശരികളും തെറ്റുകളും പറഞ്ഞ് എല്ലാവരും അവരവരുടെ വാദമുഖങ്ങൾ തുടരുന്നു. ജലാലുദ്ദീൻ റൂമിയുടെ ഒരു വരിയാണ് എന്റെ ഓർമ്മയിൽ വരുന്നത്. ഔട്ട് ബിയോണ്ട് ദ റൈറ്റ് ഡൂയിങ്സ് ആൻഡ് റോങ് ഡൂയിങ്സ് there is a field. When I lie down on that field, I can see the world which is beyond my reflection. ശരിതെറ്റുകളുടെ ലോകത്തിന് അപ്പുറത്തൊരു ലോകമുണ്ട്. ശരിതെറ്റുകളുടെ ലോകത്തിന് അപ്പുറത്ത് ഒരു ലോകമുണ്ട്. ഇത് തിരിച്ചറിയാൻ ഇരു സഭകൾക്കും സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയാണ് എനിക്കുള്ളത്. സഭയുടെ, ക്രൈസ്തവ സഭയുടെ ചരിത്രം നോക്കിയാൽ തന്നെ ഇതുപോലെ സഭകള് പലതായിട്ട് വേർതിരിഞ്ഞത് നമുക്കൊക്കെ അറിയാം. ഒരു ഭാഗത്ത് അത് ദുഃഖകരമാണ്, എന്നാൽ മറുഭാഗത്ത് ഞാനതിനെ കാണുന്നത്, ഒരിക്കൽ തിരുമേനിയോട് ഞാൻ പങ്കുവെച്ചതാണ്, ഞാനതിനെ കാണുന്നത് അതിൽ ദൈവഹിതമുണ്ട്. അതിലൊരു ദൈവഹിതമുണ്ട്. മലങ്കര മാർത്തോമ സുറിയാനി സഭ അത് ഇന്ന് ഏത് നിലയിൽ സാക്ഷ്യം നിർവഹിക്കുന്ന വളരെ ശക്തമായ സഭയായിട്ട് മാറിയിരിക്കുകയാണ്. സത്യത്തിൽ അന്ന് ആ വേർതിരിയല് ഹൃദയത്തിൽ ദുഃഖം ചില ആളുകളിലെങ്കിലും ഉണ്ടാക്കി കാണാം. പുനരൈക്യ പ്രസ്ഥാനത്തിന്റെ സാഹചര്യത്തിലും ഇതേ ദുഃഖം അനേകരിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. പക്ഷേ ഇന്ന് മലങ്കര കത്തോലിക്ക സഭ എത്രയോ ഉയരങ്ങളിൽ എത്തി നിൽക്കുന്നു. അതുകൊണ്ട് സഭകള് ഇടയ്ക്കിങ്ങനെ പിരിയുന്നതിൽ ദുഃഖമുണ്ടെങ്കിലും അതിലൊരു ദൈവഹിതമുണ്ടെന്നാണ് എന്റെ ഒരു ചിന്ത. അത് തെറ്റാണെങ്കിൽ ക്ഷമിക്കുക. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, വലിയ മലവെള്ളപ്പാച്ചിലുണ്ടായാൽ നമ്മൾ കണ്ടു വയനാട്ടിലുണ്ടായ ദുരന്തം. എന്നാൽ ആ വെള്ളമെല്ലാം കൊച്ചരുവികളായിട്ട് പല സ്ഥലങ്ങളിലൂടെ ഒഴുകിയിരുന്നെങ്കിലോ, എങ്കിൽ ഒരു വീടും തകരുകയില്ലായിരുന്നു, ഒരു ജീവനും പൊലിയുമായിരുന്നില്ല. അതുകൊണ്ട് വലിയ കുത്തൊഴുക്കുകളെക്കാളും എപ്പോഴും നല്ലത് കൊച്ചു കൊച്ചരുവികൾ ഇറങ്ങുന്നതാണ്. ആ അരുവികളുടെ തീരങ്ങളിലൊക്കെ പുതിയ നാമ്പുകൾ കിളിർത്തു വരും. അത് ശക്തമാണ്. കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികളും ഇങ്ങനെ കുത്തൊഴുക്കാകാതെ കൊച്ചു കൊച്ചരുവികളായതിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. പോകട്ടെ, നമുക്ക് സഭയായിട്ട് വലിയ ഉത്തരവാദിത്വം, വലിയ മിഷന് നടത്തേണ്ട കാലഘട്ടമായിരുന്നു. ഇവിടെ ദൗത്യ നിർവഹണം മിഷൻ എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് ഏതെങ്കിലും ദേശത്ത് ചെന്ന് കുറെ ആളുകളെ ക്രൈസ്തവരാക്കുന്ന, നമ്മൾ അനുവർത്തിച്ചു വന്നിരുന്ന അല്ലെങ്കിൽ അവർക്ക് ആവശ്യം വേണ്ടിയിരിക്കുന്ന സഹായങ്ങൾ നൽകി അവരെ ജീവിതത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുന്ന ഒരു ശുശ്രൂഷയാണ്. അത് ആവശ്യമായിരുന്നു, ആയിരുന്നു. അത് നല്ലതാണ്. അതുകൊണ്ട് അത് വളരുകയും ചെയ്യും. എന്നാൽ ഇനി ഉള്ള കാലഘട്ടത്തെക്കുറിച്ച് ക്രൈസ്തവ സഭകള് വളരെയേറെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഞാൻ ഈ അടുത്ത സമയത്ത് വായിച്ച ഒരു പുസ്തകമാണ് റേ കുർസ്വെയിൽ എന്നാണ് ഓഥറിന്റെ പേര്. സിംഗുലാരിറ്റി ഈസ് നിയർ. സിംഗുലാരിറ്റി ഈസ് നിയർ ബൈ റേ കുർസ്വെയിൽ. ഇച്ചിരി കട്ടിയാണ്. അത് മനസ്സിലാക്കണമെങ്കിൽ അല്പം ന്യൂറോ സയൻസും
കുറച്ച് കമ്പ്യൂട്ടർ നോളജും ഒക്കെ വേണം. എനിക്കിതൊന്നുമില്ല. എന്നാലും ഞാൻ മെനക്കെട്ടാണെങ്കിലും അത് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുകയുണ്ടായി. അതെന്താണെന്ന് ചോദിച്ചാൽ, അതായത് ഈ സിംഗുലാരിറ്റി എന്ന് പറയുന്നത് ട്രാൻസെൻഡിങ് അല്ലെങ്കിൽ കമ്മിങ് ടുഗദർ ബയോളജിക്കൽ ആൻഡ് നോൺ ബയോളജിക്കൽ ഹ്യൂമൻ ബീങ്. ജൈവ മനുഷ്യൻ, അതാണ് നമ്മളൊക്കെ ജൈവ മനുഷ്യരാണ്. എന്നാൽ നോൺ ബയോളജിക്കൽ ഹ്യൂമൻ ബീയിങ്സ്, ബയോളജിക്കൽ അല്ലാത്ത, അതെങ്ങനെയാണ് അവർ നിർവഹിക്കുന്നത്? ന്യൂറോ സയൻസ് നിങ്ങൾ കേട്ട് കാണും. ഇപ്പോൾ അതിൽ നിന്ന് ന്യൂറോ തിയോളജി എന്ന പുതിയ തിയോളജി തന്നെ രൂപീകരിച്ചിരിക്കുകയാണ്. അതിന്റെ ഒരു തടിച്ച പുസ്തകം എനിക്കൊരാള് ഗിഫ്റ്റായിട്ട് തോന്നും. കുറച്ച് വായിച്ചു അവിടെ വെച്ചിരിക്കുക, അങ്ങോട്ട് കയറുന്നില്ല. എന്നാൽ ഇത് ഞാൻ കുറച്ചുകൂടെ ആഴത്തിൽ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുകയുണ്ടായി. അതിലടിസ്ഥാനപരമായിട്ട് ഡാർവിന്റെ എവല്യൂഷൻ തിയറിയാണ് പറയുന്നത്. എവല്യൂഷൻ തിയറി നമുക്കറിയാം, എവറിത്തിങ് ഈസ് ചേഞ്ചിങ് ഫോർ സർവൈവൽ എന്നുള്ളതാണ്. എന്തുമാവട്ടെ, നമുക്കൊക്കെ അറിയാവുന്നൊരു സംഗതിയുണ്ട്. അതായത് ഒരു 15 വർഷം മുമ്പ് ഉപയോഗിച്ചിരുന്ന കമ്പ്യൂട്ടറും ടെക്നോളജി അല്ല ഇന്നത്തെ കമ്പ്യൂട്ടറിൽ. ഓരോ സീരീസ് കാറുകൾ ഇറങ്ങാറുണ്ടല്ലോ. എന്റെ ഡ്രൈവർ ബിനോജ് ഇടയ്ക്കിടയ്ക്ക് നല്ല വണ്ടികൾ ഒരു പണി ചെയ്യാറുണ്ട്. അതിന്റെ ഫീച്ചേഴ്സ് എല്ലാം എടുത്ത് കാറിന് വില ഞാൻ ഉപയോഗിക്കുന്നത്. അതിന്റെ ഒരു ഹൈബ്രിഡ് ഇറങ്ങുന്നു. 65 ലക്ഷം രൂപ ഞാൻ തപസ്സിരുന്നാ വാങ്ങിക്കുകയില്ല, കിട്ടാൻ വഴിയില്ല. എങ്കിലും വേണ്ടല്ല, ആശാൻ ചെയ്തൊരു പരിപാടിയുണ്ട്. എന്നോട് പറഞ്ഞു, തിരുവേനി ഇതിന്റെ അടുത്ത ഹൈബ്രിഡ്, അടുത്ത എന്തുവാ സീരീസ് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, ഓക്കെ, എത്ര രൂപ വരെയാ? 65 ലക്ഷം. സന്തോഷം. ഞാൻ അറിയാതെ അടുത്ത ദിവസം വാട്സപ്പില് അതിന്റെ ഫീച്ചേഴ്സ്, അതിന്റെ ഇന്റീരിയർ എങ്ങനെയാണ്, അതിന്റെ പെർഫോമൻസ് എങ്ങനെയാണ്, ഇതെല്ലാം ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുക. എന്റെ മനം മാറ്റാനാ, തലകുത്തി നിന്നാ മാറി കയറുന്ന എനിക്കറിയുള്ളൂ. ഞാൻ പറയാൻ ആഗ്രഹിച്ചത് ഇതെന്താണ്, ഒരു 4 വർഷം മുമ്പ് ഇറങ്ങിയ കിയ കാർണിവലിന്റെ 4 വർഷം കഴിഞ്ഞുള്ള പുതിയ മോഡൽ എന്ന് പറയുന്നത് അടുത്ത എവല്യൂഷനാണ്, അടുത്ത ജനറേഷനാണ്. ഇന്നതിനില്ലാത്ത ഒരുപാട് ഫീച്ചേഴ്സ് അതിനുണ്ട്. അങ്ങനെ എല്ലാ തലങ്ങളിലും എവല്യൂഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊരു ഒരു ഒരു ലോകം അംഗീകരിക്കുന്ന സംഗതിയാണ്. എവല്യൂഷൻ ഈസ് എ റിയാലിറ്റി ആൻഡ് എ ഗ്രോയിങ് പ്രോസസ്. അതെല്ലാ മേഖലയിലും ഉണ്ട്. അത് സയൻസ് എന്തുവാ, ബയോളജിക്കൽ നീഡ്സിലാണെങ്കിലും കൊള്ളാം, മെക്കാനിക്കൽ ആണെങ്കിലും കൊള്ളാം. അധികാരത്തെ കാറുകളെല്ലാം ഇന്നത്തെ കാറുകൾ എല്ലാം അങ്ങനെ ടെക്നോളജി ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോ ഇപ്പോൾ ഈ നിങ്ങൾക്കറിയാം, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ നിർമ്മിത ബുദ്ധി പ്രത്യേകത എന്താണ്? മനുഷ്യന് ചെയ്യാൻ കഴിയുന്നത് ഒക്കെ ചെയ്യാൻ അവർക്ക് സാധിക്കും. പക്ഷേ അതെല്ലാം ഡേറ്റാസ് അതിൽ ഓൾറെഡി ലോഡ് ചെയ്തിട്ടാണ്. ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? ബ്രെയിനിന്റെ, നമ്മുടെ തലച്ചോറിന്റെ റീമാപ്പിംഗ് ആണ്. റിവേഴ്സ് എഞ്ചിനീയറിംഗ് ദ ബ്രെയിൻ എന്നാണ് അതിനെ പേരിട്ടിരിക്കുന്നത്. ബ്രെയിനെ റിവേഴ്സ് ചെയ്യാൻ. എന്നിട്ട് ഈ ബ്രെയിനകത്തുള്ള ഓരോ ന്യൂറോൺ, ആ ന്യൂറോണിൽ എന്താണ് അടങ്ങിയിരിക്കുന്നത്, ഒരു ചെറിയ ചിപ്പിലുള്ളതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ. അതനുസരിച്ച് ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായി ചേർന്നുകൊണ്ട് നമ്മുടെ ഇനി ഉണ്ടാകാൻ പോകുന്ന, അതായത് ജൈവ അല്ലെങ്കിൽ നോൺ ബയോളജിക്കൽ ഹ്യൂമൻ ബീങ്, ജൈവമല്ലാത്ത മനുഷ്യന്റെ ബുദ്ധി ഇന്ന് കാണുന്നത് പോലെയുള്ള റോബോട്ടിക് ബുദ്ധി ആയിരിക്കുകയില്ല. മറിച്ച് ഒരു സാധാരണ മനുഷ്യന് അടികിട്ടിയാൽ വേദനിച്ച കരയുകയല്ലേ, അതുപോലെ ഫീലിങ്സ് ഉണ്ടാകുന്ന നിലയിലേക്ക് എന്ന് പറഞ്ഞാൽ അത് കേവലം ഡേറ്റാസിനെ റീപ്രൊഡ്യൂസ് ചെയ്യുകയല്ല, മറിച്ച് അറ്റ് എ ടൈം ദ ന്യൂ ബ്രെയിൻ ക്യാൻ തിങ്ക് ഓർ റീതിങ്ക് വാട്ട് ടു ഹാവ് ടു ഡു, എന്താ ചെയ്യേണ്ടത് എന്ന് പറയാൻ സാധിക്കുന്ന നിലയിൽ ബുദ്ധിയെ വളർത്തിയെടുക്കുക. അതായത് അപ്പോൾ അങ്ങനെ വന്നാൽ ഒരു സാധാരണ മനുഷ്യനും ഈ അജൈവ മനുഷ്യൻ അല്ലെങ്കിൽ നോൺ ബയോളജിക്കൽ മനുഷ്യനും തമ്മിൽ ഒന്നിച്ചു നിർത്തിയാൽ വ്യത്യാസം ഉണ്ടാകത്തില്ല. അതാണ് ഈ റേ ക്രുസൈൽ പറയുന്ന സിംഗുലാരിറ്റി. ഇത് ഒരുപാട് ശാസ്ത്രത്തെ, നമ്മളെങ്കിൽ പബ്ലിക് ലൈഫിനെ
മനുഷ്യ ജീവിതത്തെ സഹായിക്കുന്നതാണ്. എന്നാൽ അതേ നേരത്ത് തന്നെ ഒരു വലിയ എത്തിക്കൽ മോറൽ ഇഷ്യൂ അവിടെ ഉണ്ടാകും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിന്റെ സ്വരൂപം എന്ന് പറയുന്ന, സദൃശ്യം എന്ന് പറയുന്ന ഒരമ്മയുടെ ഗർഭത്തിൽ ഉരുവാകുന്ന ശിശുവും അത് വളർന്നു വരുന്ന മനുഷ്യനും ഈ കമ്പ്യൂട്ടർ ഓറിയന്റഡ് അല്ലെങ്കിൽ ന്യൂറോ സയന്റിഫിക് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഓറിയന്റഡ് ഹ്യൂമൻ ബീങ്, ഇതെങ്ങനെയാണ് രണ്ടിനെയും റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്? ഒരുപാട് നമ്മുടെ യങ്സ്റ്റേഴ്സ്, അത് ക്രൈസ്തവർ തന്നെയല്ല, പല ആളുകളുണ്ട്, ഇവരെല്ലാം ഇതിനകത്ത് ഡീപ്ലി ഇൻഫ്ലുവൻസ്ഡ് ആണ്. കാരണം അത്രമാത്രം ഞാൻ ഈ പറഞ്ഞത്, ഈ സിംഗുലാരിറ്റി ഈസ് നിയർ എന്നുള്ള ബുക്കിലെ അല്പാശയമേ ആയതേ ഉള്ളൂ. അതൊരു 3-4 മണിക്കൂറുകൾ ക്ലാസ് എടുത്താൽ തീരുകയില്ല. അങ്ങനെ ഒരു വിഷയമാണത്. എന്റെ ലഘുവായ എന്റെ പ്രയാസം അല്ലെങ്കിൽ ചിന്ത, നമ്മൾ എങ്ങനെയാണ് ഇതിനെ അഡ്രസ് ചെയ്യുന്നത്? ഒരു 50 വർഷം കഴിഞ്ഞാൽ ബാബാതിരുമേനി സഭയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ അർപ്പിക്കുന്ന കുർബാനയേക്കാൾ ഭംഗിയായിട്ട് ആരാധന ചൊല്ലാൻ കഴിയുന്ന ഒരു കർദിനാൾ ഉണ്ടാകാതെ ഇരിക്കയില്ല. എന്റെ 1000 മടങ്ങ് കഴിവുള്ള, അത് പിന്നെ എന്റേത് 0 ആയതുകൊണ്ട് 1000 മടങ്ങ് പറഞ്ഞാൽ പോരാ, എത്രയോ 10,000 കണക്കിന് മടങ്ങ് ബുദ്ധിയുള്ള, അറിവുള്ള മെത്രാൻ ഉണ്ടായിക്കൂടുന്നില്ല. എന്ന് പറഞ്ഞാൽ എല്ലാ മേഖലകളിലും ഈ പുതിയ, അതായത് നോൺ ബയോളജിക്കൽ ഹ്യൂമൻ ബീയിങ്, അതിന്റെ വളർച്ച ഉണ്ടാകാൻ പോവുകയാണ്. അത് തെറ്റല്ല, അത് ശരി തന്നെയാണ്. കാരണം എവല്യൂഷനാണ്. ഇതൊക്കെ നേരത്തെ അറിഞ്ഞതുകൊണ്ടായിരിക്കാം ബുദ്ധൻ പറയുന്നുണ്ട്, there is only thing is real in the world, or there is only one unchanging thing. What it is? It is change. എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. മാറ്റമില്ലാത്തത് എന്തിനാണ്? ചേഞ്ചിനാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രതീത്യ സൗത്താത എന്ന തിയറി തന്നെ ബുദ്ധിസത്തിൽ ഉണ്ടാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ സഭകള് ഇങ്ങനെ വരുന്ന വലിയ ഒരു പുതിയ യുഗം, ഒരു പുതിയ ആകാശം, പുതിയ ഭൂമി, ഇതിനെ എങ്ങനെ അഡ്രസ് ചെയ്യും? ഇതിനെ എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? നമ്മുടെ തലമുറ, നമ്മുടെ ബയോളജിക്കൽ ബീയിങ്സ് എങ്ങനെയാണ് ഈ നോൺ ബയോളജിക്കൽ ബീയിങ്സുമായിട്ട് ചേർന്ന് നിൽക്കുന്നത്? കഴിഞ്ഞ ആഴ്ച അങ്ങോട്ട് സോഷ്യൽ മീഡിയയിലാണെന്ന് തോന്നുന്നു, ഇന്റർനെറ്റിൽ എവിടോ ഞാനത് വായിച്ചു. അമേരിക്കയിലൊക്കെ പെൺകുട്ടികളൊക്കെ റോബോട്ടുകളെ ഭർത്താക്കന്മാരായി സ്വീകരിക്കാൻ തയ്യാറായി റെഡി. നിങ്ങൾ വായിച്ചു കാണാം, റെഡിയായിട്ട് നിൽക്കുക. അത് ആ റോബോട്ടുകൾക്ക് സ്വതസിദ്ധമായിട്ട് ചിന്തിക്കാൻ കഴിവില്ലാത്തതാണ്. എന്നാൽ ഇനി വരാൻ പോകുന്ന അതല്ല. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാളും വേഗത്തിലും അതിനേക്കാൾ കാര്യക്ഷമതയോടെ ചിന്തിക്കുന്ന ജീവികളാണ് ഉണ്ടാകുന്നത്. അതാണ് ഈ നോൺ ബയോളജിക്കൽ ഹ്യൂമൻ ബീയിങ്. അങ്ങനെയുള്ളൊരു കാലഘട്ടം ഉണ്ടാകുന്ന നേരത്ത് സഭയുടെ മിഷൻ എന്തായിരിക്കണം? നമ്മുടെ യുവ തലമുറയെ അല്ലെങ്കിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളെ, ഇവരൊക്കെ 10-20 വയസ്സാകുന്ന നേരത്ത് യാതൊരു തർക്കവുമില്ല, ഇങ്ങനെയുള്ള ജീവികൾ ഇവരുടെ കൂട്ടുകാരോ ഒക്കെയായി മാറും. അപ്പോൾ ഒരു ഭാഗത്ത് ദൈവത്തിന്റെ ഇമേജ് ആൻഡ് ലൈക്കിന് സ്വരൂപവും സദൃശ്യവും പേറുന്ന ജൈവ മനുഷ്യനും, അതേ നേരത്ത് തൊട്ടടുത്ത് ഇതുപോലെയുള്ള നോൺ ബയോളജിക്കൽ ഹ്യൂമൻ ബീയിങ്സ്. ഇതിനെ എങ്ങനെ റിലേറ്റ് ചെയ്യും? ഇവിടെ എന്താണ് സഭയുടെ മിഷൻ? കണ്ണടച്ചതെല്ലാം തെറ്റാണെന്ന് പറയാൻ നമ്മളെ കൊണ്ട് സാധിക്കുമോ? അപ്പോൾ അതിൽ ഒരു കാര്യം സത്യമാണ്. തിരുവേദി നേരത്തെ പറഞ്ഞ പോലെ ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച സർവശക്തനായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെയാണെങ്കിൽ everything, whether it is scientific or literary or any branch of discipline in the world, everything is from God. ഇനി ന്യൂറോട്ടിക് സയൻസ് അല്ല, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ല, ഇങ്ങനെയുണ്ടാകുന്ന എന്തായിരുന്നാലും ശരി, അതെല്ലാം തന്നെ സർവശക്തന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ്. അവിടെ അല്ല. അതുകൊണ്ട് തന്നെ ആ സർവശക്തന്റെ വചനം ജഡം ധരിച്ച് നമ്മുടെ ഇടയിൽ കൃപയും സത്യവും നിറഞ്ഞവനായി പാർത്ത കർത്താവായ യേശു ക്രിസ്തുവിന്റെ മനുഷ്യാവതാരത്തിന്റെ എക്സ്റ്റൻഷൻ ആയിരിക്കുന്ന സഭയ്ക്ക്, സഭയെക്കുറിച്ചുള്ള നമ്മുടെ എല്ലാ സഭകളുടെയും
പൊതുവായ ഒരു എക്ലീസിയോളജിക്കൽ ഫോർമുലയാണ് ചേർച്ച് ഈസ് ദി എക്സ്റ്റൻഷൻ ഓഫ് ഇൻകാർണേഷൻ. സഭ മനുഷ്യാവതാരത്തിന്റെ തുടർച്ചയാണ്. അങ്ങനെയാണെങ്കിൽ ജഡധാരണം ചെയ്ത കർത്താവിന്റെ നളവാട്ടിയായിരിക്കുന്ന ഈ സഭയ്ക്ക് ഈ തരത്തിലുള്ള നോൺ ബയോളജിക്കൽ ഹ്യൂമൻ ബീങ്സുമായിട്ട് എങ്ങനെയാണ് ഇന്ററാക്ട് ചെയ്യേണ്ടത്, അവരെ എങ്ങനെ സമീപിക്കേണ്ടിയിരിക്കുന്നു, അതിനെ എങ്ങനെ വിശ്വാസത്തിന്റെ ബന്ധത്തിൽ നിലനിർത്താനായിട്ട് സാധിക്കും? എനിക്ക് തോന്നുന്നത് സഭയായിട്ട് തന്നെ, ഇന്ന് സാധിക്കുമെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക് സാധിക്കുകയുള്ളൂ, അതിന് ശേഷിയുള്ള സഭ, സഭയായിട്ട് തന്നെ ഈ ഫീൽഡിൽ ഗവേഷണത്തിന് ആളുകളെ വിട്ട് സഭയായിട്ട് തന്നെ ഇങ്ങനെയുള്ള ഈ പറയുന്ന ന്യൂ ജനറേഷൻ ഇന്റലിജൻസിനെ ഏത് രീതിയിൽ സഭാവിശ്വാസത്തിന്റെ ആഴങ്ങളും സത്യങ്ങളും ഉൾക്കൊള്ളുന്ന തരത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ദൗത്യം നിർവഹിക്കാൻ, ദാറ്റ് ഈസ് എ ന്യൂ ചാലഞ്ച്. അതാണ് പുതിയ വലിയ വെല്ലുവിളി. എന്റെ വാക്കുകളെ നിർത്തുന്നു. ഞാൻ പറഞ്ഞത് നിങ്ങള് ഒരു സ്വപ്നമായിട്ടൊന്നുമല്ല കാണേണ്ടതോ, ദിസ് ഇസ് ദ റിയാലിറ്റി. ഇതാണ് റിയാലിറ്റി. അവിടെ കക്ഷിവഴക്കും തമ്മിൽ തല്ലുകൊന്നും ചെലവാകുകയില്ല. അവിടെ ഞാൻ കത്തോലിക്കൻ, ഞാൻ ഓർത്തഡോക്സുകാരൻ, ഞാൻ പ്രൊട്ടസ്റ്റന്റ്, ഞാൻ യാക്കോബക്കാരൻ എന്ന ഐഡന്റിറ്റി ബോധത്തിനും വലിയ സ്ഥാനം ഉണ്ടാകുകയില്ല. അങ്ങനെ ഒരു ലോകത്തിലേക്കാണ് നമ്മൾ ഇറങ്ങുന്നത്. അതാണ് റൂമി പറയുന്ന ഔട്ട് ബിയോണ്ട് ദ റൈറ്റ് ഡൂയിങ്സ് ആൻഡ് റോങ് ഡൂയിങ്സ് ദർ ഇസ് എ ഫീൽഡ്. എന്റെ വാക്കുകളെ നിർത്തുന്നു. ശാന്തനച്ചന്, ഇടവക മാനേജിംഗ് കമ്മിറ്റിക്ക്, നിങ്ങൾ നന്മ ചെയ്യുന്ന ഇടവക്കാർക്ക് എല്ലാവർക്കും എല്ലാ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. സർവശക്തൻ നമ്മെ എല്ലാം വാഴ്ത്തി അനുഗ്രഹിക്കട്ടെ.